അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞാൻ ഈ മാറ്റിയൊരുങ്ങി പോണത് വേറെ എവിടേക്കൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരികളെ കാണാൻ പോവുകയാണ്. മീറ്റപ്പാണ്. ഞങ്ങളൊരു 5-6 ആൾക്കാരുണ്ട് കേട്ടോ മീറ്റപ്പിന്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ മോളെ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേർത്താന്ന് കരുതി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബസ്സിലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ എല്ലാവരും കൂടി കൂടിക്കൊണ്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ സ്കൂളിൻ്റെ പഠിക്കൽ തന്നെ എത്തിയിട്ടോ. സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെയാണ് നിന്നിട്ടോ. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിങ്ങാനയിൽ വളർന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നതാണ് കേട്ടോ. അതിലുള്ള ഒരു മോളെയാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ ചേർത്തുന്നത്. ഞങ്ങൾ പഠിച്ചതിന് ക്യാമ്പൗണ്ടിൽ തന്നെ എത്തിയിട്ടോ. അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വളർന്നീന് ഇതൊക്കെ പറഞ്ഞിപ്പോൾ സംസാരിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഗ്രൗണ്ടിലെത്തിയിട്ടോ. ഇങ്ങനെ ഒന്നും ഇല്ലേനി കേട്ടോ. ഗ്രൗണ്ട് ഇതില്ലേനി കേട്ടോ. മതിലൊന്നുമില്ല. ഒരു നല്ലൊരു രസമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ LP അല്ല UP കേട്ടോ. അപ്പോൾ LP സ്കൂളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ലാസ്റ്റ് കാണാം. അതിലുള്ള പച്ചപ്പായിട്ട് പെൺകുട്ടിനെയാണ് കേട്ടോ ആ സ്കൂളിൽ ചേർത്തുന്ന 5ാം ക്ലാസ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ചേർത്താനാട്ടോ. അപ്പോൾ ഓള് ചേർത്താണ് ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പുറത്ത് നിന്ന് കണ്ട് എന്താ സംസാരിച്ചിരിക്കുകയാണേ. ഞങ്ങൾ ഓരോന്നും പറഞ്ഞൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അന്നത്തെ കാലത്ത് വളർന്നീനാണ് കേട്ടോ പറഞ്ഞിരുന്നത്. രസത്തോടെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ വീട്ടിൽ എടുക്കല്ല, എൻ്റെ യൂട്യൂബിൽ വിടാനല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ ചേർത്തി സംസാരിച്ച് അവിടുന്ന് ഇപ്പോൾ ടീച്ചർമാരൊക്കെ കണ്ടു പോകുന്നു. കുട്ടികളൊക്കെ ഇവിടെ വർത്തമാനത്തിന് നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ പ്രായത്തിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ കൂടി ഇതൊക്കെ. അന്നത്തെ കാലത്തുള്ള രസം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടണില്ല എന്നുള്ളത് എനിക്ക് തോന്നൽ കേട്ടോ. അന്ന് ഞങ്ങൾ ഇങ്ങനെയൊന്നും ഇല്ലേനി കേട്ടോ. ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടലും കുത്തലും അടിയും കുത്തും ഒക്കെ ഉണ്ടായി കേട്ടോ. പക്ഷേ ഇപ്പോൾ അന്ന് ഞങ്ങൾ ആ മുറ്റത്ത് നിന്നാണ്ട് അതിനുള്ള കളിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പുറത്ത് ആ കാണുന്ന കുട്ടികളെ കളിച്ചുള്ള പാർക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിച്ച് കണ്ട് പാർക്കിൽ നിന്നൊക്കെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചോറ് തിന്നു കേട്ടോ. ബാക്കിൽ ഞങ്ങളെ ഇരിക്കാത്ത കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നീന സ്ഥലമാണ് കേട്ടോ. അന്ന് ഇങ്ങനെയൊന്നും ഇല്ലേനി കേട്ടോ. അന്ന് ഞങ്ങൾ നിലത്തായിരുന്നു കിടന്നത്. കട്ടിലില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒന്നൊരു അവിടെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു സുഖം പോരാ. അന്നത്തെ കാലത്തുള്ളൊരു ഇതൊന്നുമില്ല. അന്ന് മദ്രസ പോകുമ്പോഴും സ്കൂൾ പോകുമ്പോൾ തല്ലും അടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഇനി കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ സുഖം ഇന്നില്ലാന്ന് തോന്നല്. മുറ്റത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ മരങ്ങളൊക്കെ. ആ മരങ്ങളൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ട് വളർത്തി നീട്ട് പോയത് കേട്ടോ. അപ്പം അതിമ്മ മൂച്ചി അപ്പുറത്ത് അമ്പായങ്ങൻ്റെ അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വളർത്തി ഇതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് അമ്പായങ്ങ കൈമന്ന് പറിച്ച് മാങ്ങൊക്കെ എടുത്തു. കുട്ടികളെ കളിച്ചാലുള്ള പാർക്കിൽ ഞങ്ങളും പോയിട്ടോ. കുറച്ചൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് അന്നത്തെ കാലത്തുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട്ട് പോയിട്ട് ആ പാർക്കിൽ പോയത്. രസമായിരുന്നു കേട്ടോ. പാർക്കിൽ പോയി ഞങ്ങൾ നല്ല അന്ന് നമുക്ക് കളിച്ചാൻ കഴിയാത്തതൊക്കെ ഇന്ന് നമ്മൾ കളിച്ച് ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ ഞാനതാ അപ്പുറത്ത് നിന്ന് ആദ്യമ പോകുന്ന അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ മൂന്നും കുത്തിയൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അത് ഞാൻ എന്തെങ്കിലും ഇത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അയിമേലൊക്കെ ആടിയിട്ടാണ് കേട്ടോ ഇവർ കയറുന്നത്. ഞങ്ങൾ ഇനി നീച്ചരുവില്ല, ഇനി ഇരിക്കണ്ട, കുറേ നേരം ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. കുട്ടികളും എല്ലാവരും കുഴങ്ങി ചായയൊക്കെ കുടിച്ചു. ഇനി ഇവരോട് ഞങ്ങൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയുണ്ടോ. അതിൻ്റെ ഇടയിലുള്ള കുറേ സംസാരിക്കുക ഞാൻ ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ടാറ്റ ബൈ സങ്കടത്തോടെ എന്നിട്ട് പോണതൊക്കെ. കാരണം അന്ന് വളർന്ന ഒരു ഇതില്ല കേട്ടോ. സങ്കടം ഒരു മൊത്ത് കാണൂല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് പോലത്തെ ഒരു പച്ച ഡ്രസ്സിട്ട് ചുരിദാറുള്ള പെൺകുട്ടിൻ്റെ കൊടുക്കാട്ടോ ഞങ്ങൾ പോണത്. ഇത് ഞങ്ങൾ ഈ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ LP സ്കൂളായിക്കപ്പോൾ 1ാം ക്ലാസ്സിലല്ല 2, 3, 4 വർഷം ഈ സ്കൂളിലാട്ടോ പഠിച്ചത്. ഈ സ്കൂളിൽ കാണുമ്പോഴാണ് കേട്ടോ എന്താ മത്തായി സാറ് പറഞ്ഞ സാറൊക്കെ ഉണ്ടായി കേട്ടോ. അയാൾ ഓർമ്മ വരില്ലേ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അതൊക്കെ ഓരോന്നും കാണുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ. അന്ന് പോരാനേ തോന്നിയില്ല. കാരണം അന്നത്തെ കാലത്തുള്ള
ഓരോന്നൊക്കെ ഓർമ്മ വരുമ്പോൾ നമുക്ക് ഇപ്പോഴും ആ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ ആലോചിക്കണ്ടാവും. ഇതുണ്ടല്ലേ അമ്പായങ്ങ, അവിടുന്ന് ഞങ്ങൾ നട്ട് വളർത്തിയേയും അമ്പായങ്ങ കഴിഞ്ഞിട്ട് അതൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ആ കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, അന്ന് ഞങ്ങൾ ടീച്ചർ ഇവിടെ